ഇത് എന്നാ കൂത്തായി കാണിക്കുന്നേ? അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറണ്ട റോസി, ചിലപ്പോ ദേഹത്തുള്ളൂ. അല്ലേ അവൻ തെക്കോട്ട് വെച്ച കൊണ്ട് വടക്കോട്ട് പോകും. അത് ഫേമസ് അല്ലേ? എങ്ങോട്ട് പോകുന്ന നിനക്ക് കാണുവാടാ പട്ടി. ഞാൻ കാണിച്ചു തരാം. അവിടെ കൊച്ചായ വേണ്ട. മാറ്റിപ്പിടി കൊച്ചുണ്ണി, ചുമ്മാ വട്ട് കളിക്കലിയാ. അളിയാന്ന് വിളിക്കല്ലേ നിന്നോട് ഞാൻ പറഞ്ഞില്ലോടാ പന്നം. പോയ കാലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കൊച്ചുണ്ണിയുടെ തോക്കുതിർത്ത ഒരു ഉണ്ട പോലും ലക്ഷ്യം ഭേദിച്ചിട്ടില്ല. എന്റെ കർത്താവേ, ഇതെങ്ങനെ പൊട്ടി? കൊണ്ടില്ലായിരുന്നു. അപ്പൊ വെടി പൊട്ടിയായിരുന്നല്ലോ. അയ്യോ, ഇതാരാ? ഇയാളെന്താ ഇവനെ വെടി വെച്ചത്? ഞാൻ അയാളല്ലോ, തന്നെയല്ലേ വെടി വെച്ച്. ചത്തിട്ടില്ല കേട്ടോ. ഇതാരാ? ഇവിടെ അടുത്തെങ്ങാനുള്ള ആളാന്നോ? ആരും കണ്ടില്ല കേട്ടോ. ഒന്ന് പിടിയടാവൂ. എടുത്തു എടുത്തു. കിടന്നോ ശകല നേരം കൂടെ അങ്ങ് റെസ്റ്റ് എടുത്തോ. ഞാൻ എവിടെയാണ്? അച്ഛനേതാ? അച്ഛന്റെ കുപ്പായമിട്ട ഒരു ഡോക്ടറാണ് ഞാൻ കരുതിക്കും. ഓക്കെ. റെസ്റ്റ് എടുത്തോ. എന്താ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ബോധവും തെളിഞ്ഞു, സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഉണ്ട എടുത്തായിരുന്നോ? കേറാത്ത ഉണ്ട എങ്ങനെയാടാ എടുക്കുന്നേ? അപ്പൊ കൊണ്ടില്ലായിരുന്നു. ഈടാ പരമ ഡാഷിന്റെ മോനെ, നിനക്കുള്ളത് ഞാൻ വഴിയെ തരുന്നുണ്ട്. തോക്കും നോക്കി നടക്കാൻ നീ ആരാടാ? ശിക്കാരി ശംഭുവോ? മുറിഞ്ഞ് ചോര വരുന്നുണ്ടായിരുന്നല്ലോ. ബുള്ളറ്റും തട്ടിപ്പൊയ്ക്കാണ്. നാരോ എസ്കേപ്പാ. കർത്താവ് കാത്തു. ആരാന്നോ എവിടെ നിന്നോ വല്ലതും പറഞ്ഞായിരുന്നു? കുറച്ചു നേരം കൂടെ അവിടെ റെസ്റ്റ് എടുക്കാമായിരുന്നല്ലോ. കുഴപ്പമില്ല അച്ഛാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. കിടക്കുമ്പോഴേ തല കറങ്ങണ പോലെ. എവിടെന്നാ? അതൊന്നും പറഞ്ഞില്ല. റാഫി എന്നാണ് പേര്. കൊച്ചിൻ റാഫി എന്നാണ് ഞങ്ങളുടെ ഏരിയയിലൊക്കെ വിളിക്കണത്. ഒരു പാട്ടുകാരനാണ്. ഇവിടെ എന്നാത്തിന് വന്നേ? അത് ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ ആളെ കാണാൻ വേണ്ടി വന്നാണ്. അയ്യോ, അത് ഞാനായി പറയുന്ന മാത്തുക്കുട്ടി. ഇതൊക്കെ നേരത്തെ പറയണ്ടായോ എന്റെ പൊന്ന് റാഫി? അതെങ്ങനെയാണ് ഭായി? പറയാൻ ചാൻസ് കിട്ടണ്ടേ? അതിനുമുമ്പ് വെടി വെച്ച് താഴെ ഇട്ടില്ലേ? അയ്യോ റാഫി, അത് ഒരു കയ്യബദ്ധം പറ്റിയതാ. ഈ നിൽക്കുന്ന കൊച്ചുണ്ണി ചുമ്മാ കളിക്ക് തോക്കെടുത്ത് മാത്തുകൂടെ നിനക്ക് ചൂണ്ടി പൊട്ടുവെന്ന് ഞാനും ഓർത്തില്ല. അതിരിക്കട്ടെ, എന്നെ കാണണമെന്നല്ലയോ പറഞ്ഞത്? കലാപോലായിരുന്നു സാറേ. നമ്മുടെ സിദ്ദിഖ്, ലാല്, ജയറാം ഇവരൊക്കെ കൂടെ അവര് മിമിക്രി കളിച്ച് സിനിമ കയറി നല്ല നിലയിലായി. പാട്ടായിരുന്നു നമ്മുടെ ഫീൽഡ്. മുഹമ്മദ് റാഫി സാഹിബിന്റെ പാട്ട്. അതാണ് കയ്യിലുണ്ടായ ഏക നമ്പർ. അങ്ങനെയാണ് കൊച്ചിൻ റാഫി എന്നുള്ള പേര് വീണത്. ശരിക്കും റഹ്മാനാ, ഗതി പിടിച്ചില്ല. എന്നോ തുടങ്ങി അലച്ചില്ല. ഭാര്യ 4 പിള്ളേര്. പട്ടിണി കിടന്ന് കട്ട തേഞ്ഞ ഒരു ഹാർമോണിയം. തോപ്പുംപടിയിൽ ആന്റണി ചേട്ടനാണ് സാറിനെ വന്ന് കാണാൻ പറഞ്ഞത്. സാറ് ജർമ്മനിക്ക് ഒരു ട്രൂപ്പിനെ കൊണ്ടുപോണ്ടെന്ന് പറഞ്ഞ് അതിലൊരു ചാൻസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നാണ്. അയ്യോ എന്റെ പൊന്ന് റാഫി, അതിപ്പം മാത്തുക്കുട്ടി ഒന്ന് വന്നേ. എന്നാടാ നടക്കൂന്ന് പറ. എന്ത്?
ജർമ്മനിക്ക് കൊണ്ടുപോവാന്ന് പറയാൻ. അത് നടക്കത്തേ ഇല്ല. അവന്മാരവിടെ മോഹൻലാൽ, ദിലീപ് കുമാർ, യേശുദാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നടക്കത്തേ ഇല്ല. ആ പാവം പിടിച്ചോണ്ട് വെറുതെ ആവശ്യമില്ലാതെ വാക്ക് കൊടുക്കണ്ട. എന്റെ പൊന്നു മാത്തുക്കുട്ടി, ഇവിടെ നടന്നു ഒന്ന് പുറത്തറിയാതിരിക്കണമെങ്കിലേ നമ്മൾ അവനെ വരുതിക്ക് നിർത്തണം. കറക്റ്റാ. സംഗതി വിളി പറഞ്ഞത് കേസാ. സെക്ഷൻ 307 അറ്റംപ്റ്റ് മർഡർ. പറഞ്ഞേക്കാം അല്ലേ? പറഞ്ഞേര്. 3000 ഉണ്ട്. ഓ. ഇതും കൂടെ കൊടുത്തേക്കാം. പാവം പിടിച്ചവനാടാ. ഇച്ചിരി കാശ് കൂടെ വരാനുണ്ട്. ശകല അതിൽ നിന്നും കൊടുത്തേക്കാം. വാ. കഴിവറ മോളെ, ഭർത്താവ് കള്ളടിച്ചേച്ച് വന്ന് നിനക്കിട്ട് വീക്കുന്നുണ്ടെങ്കിലേ നിന്റെ കയ്യിൽ പോണ്ടായിരിക്കൂടി. മോളും തന്തയും കൂടി അരപ്പായ കടലാസ ഒരു പരാതി കൊണ്ട് വന്നിരിക്കുന്നു. നിന്റെയൊക്കെ അളിഞ്ഞ കുടുംബ പ്രശ്നം തീർക്കാനല്ല പോലീസ് ഓടിക്കുന്നത്. നാട്ടിൽ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതിനിടയില പൊയ്ക്കോ, ഇറങ്ങി പോണോ അവിടുന്ന്. ആ വിദ്യാധര, എന്നാ ഉണ്ട് ന്യൂസൊക്കെ? ഗാർഹിക പീഡനത്തിന് കേസെടുക്കേണ്ട ഇഷ്യൂവാ. പുതിയ നിയമങ്ങളൊക്കെ അറിയാലോ അല്ലേ? ഓ, എന്നാ പീഡനം. ആ ഭർത്താവ് ചെറുക്കനെ എനിക്കറിയാവുന്ന. ഇതൊക്കെ ഇങ്ങനെ അങ്ങ് വിരട്ടി നിർത്തുന്ന നല്ലത്. പ്രോത്സാഹിപ്പിച്ച പിന്നെ ഇതിനെ നേരം കാണുള്ളൂ. ആ അത് കള. തന്റെ ജൂറിസ്ഡിക്ഷനിൽ ഒരു വെടി പൊട്ടിയായിരുന്നു. താൻ അറിഞ്ഞായിരുന്നു? വെടിയോ? എവിടെ പൊട്ടി? പൊട്ടിയോടോ. പുറം ലോകം അറിയാതെ അതങ്ങ് ഒതുക്കുകയും ചെയ്തു. ഒതുക്കിന്നോ? ഞാൻ അറിയാതെ എങ്ങനെ ഒതുക്കുന്നേ? ഇപ്പം താൻ അറിഞ്ഞില്ലേ? ഇനി വൈകാതെ കയറി അങ്ങ് ഇടപെട്.